നിങ്ങളെ ഒന്ന് അറിയിച്ചു കൊള്ളട്ടെ. കിഡ്സ് ക്ലബ്, യൂത്ത് ഫോറം, സീനിയർ യൂത്ത് ഫോറം, വിമൻസ് ഫോറം, എൽഡേഴ്സ് ഫോറം എന്നീ ഗ്രൂപ്പുകൾ ഈ പ്രാവശ്യത്തെ പ്രവർത്തനങ്ങളെ ശ്രദ്ധേയമാക്കിയ ഏതാനും പ്രവർത്തനങ്ങളെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. നമസ്തേ മയാമി എന്ന പേരിൽ മലയാളി FM ഇൻ്റർനെറ്റ് റേഡിയോയ്ക്ക് വേണ്ടിയുള്ള റേഡിയോ ഷോ നമ്മൾ ജാനുവരിയിൽ ആരംഭിച്ചു. ലോകമെമ്പാടുള്ള മലയാളി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ നമസ്തേ മയാമി ഇപ്പോഴും മുന്നോട്ട് കുതിച്ചു പായുന്നു. യൂത്ത് ഫോറമിൻ്റെ വളണ്ടിയർ ഡേയിലുള്ള ഓൾഡ് ഏജ് ഹോം വിസിറ്റ് അവർക്ക് നല്ല ഒരു അനുഭവമായിരുന്നു. ആദ്യമായി ജസ്റ്റ് ഫോർ വിമൻ എന്ന പേരിൽ മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്ത വിമൻസ് ഫോറത്തിന് വളരെയധികം പ്രശംസകൾ പിടിച്ചുപറ്റാൻ സാധിച്ചു. എൻവയോൺമെൻറ്റ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായി സിറ്റി ക്ലീനിങ് ചെയ്തപ്പോൾ പെംബ്രോക്ക് പോയിൻറ്റ് സിറ്റി ഞങ്ങളെ സിറ്റി ഹാളിലേക്ക് മീറ്റിംഗിലേക്ക് വിളിച്ച് ഞങ്ങളെ പ്രശംസിച്ച് സർട്ടിഫിക്കറ്റ് തന്നത് അഭിമാനത്തോടെ ഓർക്കുന്നു. 6 ആഴ്ചകൾ നീണ്ടു നിന്ന ടോസ്റ്റ് മാസ്റ്റർ പ്രോഗ്രാം നമ്മുടെ കുട്ടികളെ വരും കാലത്തെ ലീഡേഴ്സ് ആക്കുവാൻ അവരെ പരിശീലിപ്പിച്ചു. നമ്മൾ ഇനാഗ്രേഷൻ ഡേയിൽ പരാമർശിച്ചതുപോലെ നമ്മുടെ സീനിയർ യൂത്തിനെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തിയ 10 ആഴ്ചകൾ നീണ്ടു നിന്ന ബാസ്കറ്റ്ബോൾ ലീഗ് വളരെയധികം പ്രശംസകൾ പിടിച്ചുപറ്റി. ധ്വനി തരംഗ് എന്ന സ്റ്റേജ് ഷോ വളരെ ഭംഗിയായി പോയി എന്നുള്ളത് സന്തോഷത്തോടെ നിങ്ങളെ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. കഴിഞ്ഞ ആഴ്ച നടന്ന പ്രൈമറി ഇലക്ഷനിൽ ആഗ്രഹിച്ച പദവി കയറുവാൻ കഴിഞ്ഞില്ലെങ്കിലും സാജൻ took the first step from the Malayali community to get into the American politics. Congratulations, Sergeant Kurian, and thanks for motivating our younger generation. He's not here. He called me this morning and he told me to say thank you very much. A lot of people worked for him. അത് രസമായിരുന്നു. ഇതിൽ ചെയ്തിട്ടുള്ളവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. നാട്ടിലെ ഇലക്ഷൻ പോലെയായിരുന്നു. നമ്മൾ ട്രക്കും 3-4 ട്രക്കും എല്ലാതും കൂടി നമ്മൾ പല സ്ഥലങ്ങളിലും പാഞ്ഞ് ഇലക്ഷന് വേണ്ടി വർക്ക് ചെയ്തു. അത് കുറച്ചും കൂടി മുമ്പ് നമ്മുടെ മലയാളികൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് കയറി പറ്റിയാണ്. നമ്മൾ അവസാന മോമെൻറ്റിലേക്ക് നോക്കിയിരുന്നു. എല്ലാവരും പറഞ്ഞു നടന്നു. പക്ഷേ നമ്മൾ പ്രവർത്തിച്ചത് അവസാന മോമെൻറ്റിലായിപ്പോയി. ഇനി അടുത്ത പ്രാവശ്യം ഇപ്പം നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അടുത്ത പ്രാവശ്യം എല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്ത് ഇനിയും അദ്ദേഹം മത്സരിക്കും. അദ്ദേഹത്തിനെ ഇനി നമ്മുടെ അമേരിക്കൻ പൊളിറ്റിക്സിൽ കയറ്റണം. താങ്ക്സ് to Sky Properties and all the sponsors and all those who supported the Dhoni Tharang fundraising program. We would like to say a big thank you to everyone. ഒരു കാര്യം എനിക്ക് ഇന്ന് ജനറൽ ബോഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയുവാനുണ്ട്. അതായത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും പുറത്ത് വരുവാനായിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാമുകൾക്ക് വരുവാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇപ്പോൾ എല്ലാ അസോസിയേഷൻ ഇവിടെയുള്ള അസോസിയേഷൻ ഒക്കെ നമ്മൾ $30 വെച്ചാണ് അതിൻ്റെ മെമ്പർഷിപ്പ് നമ്മൾ പിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇന്ന് ഇപ്പോൾ 1000 പേരുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യവും 1000 പേരുണ്ടെങ്കിൽ എത്ര പേര് വന്ന് ഇവിടെ നിന്ന് കഴിക്കുന്നു. അപ്പോൾ ഈ $30 നമ്മൾ പിരിച്ചിട്ട് നമുക്കൊരു പ്രോഗ്രാം ഇങ്ങനത്തെ വലിയ നടത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഇന്ന് പ്രത്യേകം ജനറൽ ബോഡിയിൽ പറഞ്ഞു ഇത് നിങ്ങൾ ജനങ്ങളെ അറിയിക്കണം. അതായത് ഒരു 1000 പേർക്ക് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴുള്ള ആ എത്രത്തോളം എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് വീട്ടിൽ വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്രത്തോളം. അപ്പോൾ ഇതൊക്കെ എക്സ്പെൻസാണ്. നമ്മൾ 3 പ്രാവശ്യവും ഭക്ഷണം കൊടുക്കും. നമുക്ക് ഇനാഗ്രേഷൻ ആയാലും ഓണമായാലും ക്രിസ്മസ് ആയാലും. അപ്പോൾ നമ്മളെല്ലാവരും ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് എടുത്ത് ഇത് സഹായിക്കണം. ഇതൊക്കെ ഉണ്ടായാലേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആരെങ്കിലും മെമ്പർഷിപ്പ് ഇല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ വന്ന് കണ്ടാൽ മതി. ഇവിടെ ഒരാൾ ഇരിക്കുന്നതായിരിക്കും, പുറത്തിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാം. ഒരിക്കൽ കൂടി ഏവർക്കും സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. 80ൻ്റെ ആദ്യഘട്ടത്തിൽ വളരെ ലളിതമായിട്ട് വളരെ ചുരുക്കം പേര് ചേർന്ന് തുടങ്ങിയ ഈ കേരള സമാജം ഇന്ന് ഇത്രമാത്രം പടർന്ന് പന്തലിച്ച് ഒരു സാംസ്കാരിക സംഘടനയായിട്ട് എല്ലാവർക്കും കൗതുകം നൽകുന്ന, എല്ലാവർക്കും പരസ്പരം സ്നേഹവും സന്തോഷവും പകരുന്ന ഒരു സംഘടനയായിട്ട് ഉയർന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിലെ കാലാകാലങ്ങളിൽ പ്രവർത്തിച്ചവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഓണം ആഘോഷിക്കുന്ന ഓരോരുത്തരും
സ്വയമായിട്ട് ചിന്തിക്കാം. അവരവരിടപെടുന്ന ആളുകളോട് സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും പെരുമാറുക. അവരുടെ കോണ്ടാക്റ്റിലുള്ള ആളുകൾ നാട്ടിലുള്ളവരെ വിളിച്ചു പറയുക, ഈ സന്ദേശം കൊടുക്കുക. അങ്ങനെ ക്രമേണ ഒരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആശയം മെസ്സേജ് പകർന്നാൽ ക്രമേണ നമ്മുടെ ആ സംസ്കാരം മെച്ചപ്പെടും. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ അവസരം നിന്ന് ഭാരവാഹികളോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും. നമസ്കാരം. Namaste. No problem. Okay, you start. I'm going to try it again, guys. Sub Sandhya, Elavarkum Ente, Hirrejan, Niranja, Onam Shamsakal. Nandi. It's my pleasure to be here again this evening, and I apologize for being a little bit late. There was some conflicting events that I had to, that I chose to be at, but I chose to leave there early so that I could come here and spend this time with you all. I know that Onam is such a very special time for you and your community, and I apologize for being a little bit late, but I'm here in spirit and I'm here now in body, so let's have a really great night, and I want to thank you all. Alvin Taunton. ഇന്ന് പൊന്നോണ ദിവസം മലയാളിയുടെ മനസ്സിൽ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പൂക്കൾ വിരിഞ്ഞ വസന്തമാണ്. മലയാള നാട് ഭരിച്ച മഹാബലിത്തമ്പുരാന്റെ മഹിമയുള്ള പൊന്നോണം. ഈ സുന്ദര ദിനത്തിൽ നിങ്ങളെ എല്ലാവരെയും കാണാനും സ്നേഹം പകരുവാനും മഹാബലിത്തമ്പുരാൻ എഴുന്നള്ളും. മഹാബലിത്തമ്പുരാൻ എഴുന്നള്ളുന്നേ. എൻ്റെ എല്ലാ മലയാളി മക്കൾക്കും തിരുവോണാശംസകൾ. അത്തം മുതൽ തിരുവോണം വരെ മുറ്റത്ത് പൂക്കളമിട്ട് എന്നെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് തിരുവോണ നാളിൽ കേരള സമാജം ഒരു അപൂർവ ഓണക്കാഴ്ചയാണ് ഒരുക്കിയിരിക്കുന്നത്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉത്സവമായ തിരുവോണ നാളിൽ നിങ്ങളെല്ലാം ഈ കൊച്ചു കേരളത്തിൽ വന്ന് കാണുവാൻ സാധിച്ചതിൽ നാം അതീവ സന്തോഷവാനാണ്. ചിങ്ങപ്പുലരിയുടെ സുഗന്ധമുള്ള കുത്തരി ചോറുമുണ്ട് ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഈ കലാവിരുന്നിലേക്ക് ഏവരെയും നാം നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം അഹങ്കാരത്തോടെ പറയുന്ന കേരളത്തിൻ്റെ ഭംഗി, നിറഞ്ഞ കാടുകൾ, മലകൾ, പുഴകൾ, പൂക്കൾ, കൃഷിയിടങ്ങൾ, കാട്ടരുവികൾ, വെള്ളച്ചാട്ടങ്ങൾ, അതിമനോഹരമായ മഴ, ഇതെല്ലാം പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ച് നൽകി.
അതിൽ നാം സംതൃപ്തരാണ്, അതിലുപരി അഹങ്കാരികളുമാണ്. എന്നാൽ ഇതെല്ലാം സംരക്ഷിക്കുന്നത് നിങ്ങളാണ്. ഒരു നിമിഷം ചിന്തിക്കൂ. ഇതെല്ലാം സംരക്ഷിക്കുന്നത് കാട്ടിൽ താമസിക്കുന്നവരും അതുപോലെ കൃഷി ചെയ്യുന്നവരുമൊക്കെയാണ്. എന്നിട്ടും നാം അവരെ മനഃപൂർവ്വം തിരിച്ചറിയാറില്ല. അവർക്കുമുണ്ട് ഓണം. നമ്മൾ ആഘോഷിക്കുന്നത് പോലെയുള്ള ഒരു ഓണമല്ല. യഥാർത്ഥ ഓണം പട്ടിണി കിടന്നും ഒരു നല്ല ഉടുപ്പ് ഇടാനും കിട്ടുന്ന ദിവസമാണ് ഓണം. അവർക്കു വേണ്ടി, കാടിന്റെ മക്കൾക്കു വേണ്ടി, കൃഷിയിടത്തിൽ പണിയെടുക്കുന്നവർക്കു വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു ഒരു നാടൻ പാട്ട്. ആദി പറന്ന മുത്തപ്പന്മാരെ, കുലം പിറന്ന മുത്തിന്മാർ, നിങ്ങൾക്കറിവുമില്ലേ, തിരിവുമില്ലേ, നിങ്ങൾക്കറിവുമില്ലേ, തിരിവുമില്ലേ. 4,42 ഈശ്വരന്മാര് തുണയായി തന്നിരിക്കണം. 4,42 ഈശ്വരന്മാര് തുണയായി തന്നിരിക്കണം. എൻ്റെ അപ്പനപ്പൂപ്പന്മാര് കാട്ടിലില്ല തണ്ടാന്റെ കള്ള്, കൈക്കൊത്ത കർമ്മോ, അറിവില്ല തിരിവില്ല പൈതങ്ങൾ. കാട്ടിലില്ല തണ്ടാന്റെ കള്ള്, കൈക്കൊത്ത കർമ്മോ, അറിവില്ല തിരിവില്ല പൈതങ്ങൾ. എൻ്റെ അപ്പനപ്പൂപ്പന്മാര് ഞങ്ങളുടെ കർമ്മോ കൈപ്പറ്റണം കേട്ടോ. ഞങ്ങളുടെ കർമ്മോ കൈപ്പറ്റണട്ടോ എൻ്റെ അപ്പനപ്പൂപ്പന്മാരെ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും, ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. ആദിത്യൻ ഭഗവാനോ, ഇന്നെന്താ ഭഗവാനും ഒന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. മൈലുകേരാമലകിൽ മയിലാട്ടം കണ്ട് താമസിച്ചേ. മൈലുകേരാമലകിൽ മയിലാട്ടം കണ്ട് താമസിച്ചേ.
താമസിച്ച് തമ്പുകേറ പൊന്മലയിൽ തമ്പുകളികൾ താമസിച്ച് വന്നിച്ച് വിന്നുദിച്ച് ആദിത്യൻ ഭഗവാൻ ആടുകളികൾ താമസിച്ച് ആടുകേറ മാമലയിൽ ആടുകളികൾ താമസിച്ച് വന്നിച്ച് വിന്നുദിച്ച് ആദിത്യൻ ഭഗവാൻ മയിലാട്ടങ്ങൾ താമസിച്ച് മാമലയിൽ മയിലാട്ടങ്ങൾ താമസിച്ച് ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും താമസിച്ച് ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും ചരിത്ര താമസിച്ച് ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനോ ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. കേരള സമാജം അണിയിച്ചൊരുക്കുന്ന ഈ ഓണക്കാഴ്ചയിലേക്ക് ഈ 3 പ്രതിഭകളെ നമ്മൾ പരിചയപ്പെടുത്തുന്നു.